ഈ ഖലീഫ ഉമറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു കഥയാവാം. മദീന നഗരം മുഴുവനും ഉറങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ ഒരു മനുഷ്യൻ മാത്രം ഉറങ്ങിയിരുന്നില്ല. അദ്ദേഹം പതുക്കെ വഴികളിലൂടെ നടക്കുകയായിരുന്നു. ഒരു രാജാവിനെ പോലെയല്ല, ജനങ്ങളുടെ അവസ്ഥ അറിയാൻ ഇറങ്ങിയ ഒരു സാധാരണ മനുഷ്യനെ പോലെ. ആ മനുഷ്യനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അന്ന് അദ്ദേഹം മുസ്ലിങ്ങളുടെ ഖലീഫയായിരുന്നു, വലിയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി. ആഗ്രഹിച്ചാൽ സ്വർണ്ണക്കൊട്ടാരങ്ങളിൽ ജീവിക്കാമായിരുന്നു. പക്ഷെ ഉമർ റളിയല്ലാഹുവിന്റെ ഹൃദയം ജനങ്ങളോടൊപ്പമായിരുന്നു. ആ രാത്രി നടക്കുന്നതിനിടയിൽ ഒരു ചെറിയ കുടിലിൽ നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേട്ട്. ആ കരച്ചിൽ സാധാരണ കരച്ചിലായിരുന്നില്ല, വിശപ്പിന്റെ കരച്ചിലായിരുന്നു. ഉമർ റളിയല്ലാഹു പതുക്കെ അടുത്തേക്ക് നടന്നു. കുടിലിന്റെ ചെറിയ വിടവിലൂടെ അകത്ത് നോക്കിയപ്പോൾ ഒരു ഉമ്മ ഒരു പാത്രത്തിൽ എന്തോ ഒന്ന് ഇളക്കുകയാണ്. ചുറ്റും ചെറിയ കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. ഉമർ റളിയല്ലാഹു അകത്ത് കയറിയിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം? ആ ഉമ്മ ക്ഷീണിച്ച ശബ്ദത്തിൽ പറഞ്ഞു, കുട്ടികൾക്ക് വിശക്കുന്നുണ്ട്, പക്ഷെ വീട്ടിൽ ഭക്ഷണമില്ല. ഉമർ റളിയല്ലാഹു പാത്രത്തിലേക്ക് നോക്കി. അതിൽ ഭക്ഷണം ഉണ്ടായിരുന്നില്ല, വെള്ളം മാത്രമാണ്. കുട്ടികളെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം റെഡിയാകുന്നു എന്ന് അവർ വിചാരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉമ്മ അങ്ങനെ ചെയ്യാണ്. ഉമ്മാന്റെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ പറഞ്ഞു, ഉമർ ഞങ്ങളുടെ അവസ്ഥ അറിയുന്നില്ല. അള്ളാഹു ഞങ്ങളുടെയും ഉമറിൻ്റെയും ഇടയിൽ വിധി പറയും. ആ വാക്ക് കേട്ട നിമിഷം ഉമർ റളിയല്ലാഹുവിൻ്റെ ഹൃദയം വിറച്ചു. കാരണം ആ ഉമ്മ സംസാരിക്കുന്നത് സ്വന്തം മുന്നിൽ നിൽക്കുന്ന ഖലീഫയോടാണെന്ന് അവർക്കറിയില്ലായിരുന്നു. ഉടൻ ഉമർ റളിയല്ലാഹു എന്താക്കി, അവിടെ നിന്ന് പോയി. വേഗത്തിൽ ഭക്ഷണശാലയിലേക്ക് പോയി. മാവ്, ഈന്തപ്പഴം, എണ്ണ, അങ്ങനെ ഒരു വലിയ ചാക്കെടുത്തു. കൂടെ ഉണ്ടായിരുന്ന സഹായി പറഞ്ഞു, ഞാനത് ചുമക്കാം. പക്ഷെ ഉമർ റളിയല്ലാഹു അപ്പോൾ പറഞ്ഞ മറുപടി ചരിത്രത്തിൽ ഇന്നും എഴുതപ്പെട്ടതാണ്. ഖിയാമത്ത് നാളിലെ എൻ്റെ ഭാരവും നീ ചുമക്കുമോ എന്ന് ഉമർ റളിയല്ലാഹു അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം സ്വയം ആ ചാക്ക് ചുമന്ന് ആ കുടിലിലേക്ക് നടന്നു. അവിടെ എത്തിയ ശേഷം സ്വന്തം കൈകൊണ്ട് ഭക്ഷണം പാകം ചെയ്തു. തീയുടെ പുക മുഖത്ത് തട്ടിയിട്ടും അദ്ദേഹം നിർത്തിയില്ല. കാരണം അദ്ദേഹത്തിന് മുന്നിൽ കരയുന്നത് വിശക്കുന്ന കുട്ടികളായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾ ഭക്ഷണം കഴിച്ചു. അവരുടെ മുഖത്ത് ചിരി വന്നു. ആ ചിരി കണ്ടപ്പോൾ ദൂരത്ത് നിന്ന് ഉമർ റളിയല്ലാഹു ശാന്തമായി നോക്കിയെന്നു. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അന്ന് രാത്രി ഒരു ഖലീഫ ജനങ്ങളെ ഭരിച്ചില്ല. ഒരച്ഛനെ പോലെ അവരുടെ വിശപ്പ് മാറ്റി. അതുകൊണ്ടാണ് ചരിത്രം ഇന്നും പറയുന്നത്, പവറുള്ള ഒരുപാട് ആളുകൾ വന്നുപോയി, പക്ഷെ ജനങ്ങളുടെ കണ്ണീര് സ്വന്തം ഹൃദയത്തിൽ അനുഭവിച്ച മനുഷ്യര് വളരെ കുറവാണ്. മറ്റൊരു ദിവസം ഉമർ റളിയല്ലാഹു മദീനയിലെ വഴികളിലൂടെ നടക്കുകയായിരുന്നു, സാധാരണ പോലെ ജനങ്ങളുടെ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദൂരത്തൊന്നും ഒരു ഒട്ടകക്കൂട്ടം കണ്ടു. അതിൻ്റെ കൂടെ ഒരു ചെറിയ കുട്ടി. വളരെ ക്ഷീണിച്ച മുഖം, പൊടി പിടിച്ച വസ്ത്രങ്ങൾ, കണ്ടാൽ തന്നെ ദാരിദ്ര്യം മനസ്സിലാക്കും. ഉമർ റളിയല്ലാഹു അടുത്തേക്ക് ചെന്നു. എന്നിട്ട് കുട്ടിയോട് ചോദിച്ചു, ഈ ഒട്ടകങ്ങൾ ആരുടേതാണ്? ആ കുട്ടി പേടിച്ചുകൊണ്ട് പറഞ്ഞു, അതെൻ്റേതാണ്. ഉമർ റളിയല്ലാഹു വീണ്ടും ചോദിച്ചു, നീ എവിടുന്നാണ് വരുന്നത്? കുട്ടി പറഞ്ഞു, ദൂരെയുള്ള ഗ്രാമത്തിൽ നിന്ന്. എനിക്ക് ഉപ്പയില്ല, മരിച്ചു. വീട്ടിൽ ആരുമില്ല. ഇവയെ വളർത്തിയാണ് ഞാൻ ജീവിക്കുന്നത്. ഉമർ റളിയല്ലാഹു കുറച്ചു നേരം ആ കുട്ടിയെ നോക്കി നിന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കരുണ നിറഞ്ഞു. പിന്നീട് മൃദുവായി ചോദിച്ചു, നിനക്ക് ആരെങ്കിലും സഹായിക്കാറുണ്ടോ? ആ കുട്ടി ചെറിയൊരു ചിരിയോടെ പറഞ്ഞു, അള്ളാഹു ഉണ്ട്, അവൻ മതി. ആ വാക്കുകൾ കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാരണം ഒരു ചെറിയ കുട്ടി പോലും എത്ര വലിയ യക്കീൻ കൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്. അദ്ദേഹം ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് മദീനയിലേക്ക് നടന്നു. അവന് ഭക്ഷണം നൽകി, വസ്ത്രം നൽകി, താമസിക്കാൻ സ്ഥലം ഒരുക്കി. പക്ഷെ അതിൽ നിന്ന് ഏറ്റവും മനോഹരമായ കാര്യം എന്താ വെച്ചാൽ, ഉമർ റളിയല്ലാഹു അതൊരിക്കലും ഞാൻ സഹായിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അറിയായിരുന്നു, ജനങ്ങളെ സഹായിക്കുന്നത് അള്ളാഹു തന്ന ഒരു അമാനാണ്. അന്ന് രാത്രി ആ കുട്ടി ശാന്തമായി ഉറങ്ങി. പക്ഷെ ഉമർ റളിയല്ലാഹു ആകാശത്ത് നോക്കി ദുആ ചെയ്യായിരുന്നു, യാ അല്ലാഹ്, ജനങ്ങളുടെ അവകാശത്തിൽ ഞാൻ വീഴ്ച വരുത്താതിരിക്കാൻ എന്നെ സഹായിക്കണേന്ന്. ചരിത്രത്തിൽ ഒരുപാട് ഭരണാധികാരികൾ ഉണ്ടായിരുന്നു, പക്ഷെ ജനങ്ങളുടെ വേദന കേട്ട് കരഞ്ഞ ഭരണാധികാരികൾ വളരെ കുറവായിരുന്നു. അതിനാലാണ് ഇന്നും ആളുകൾ ഉമർ റളിയല്ലാഹുവിനെ ഓർക്കുന്നത്. ഒരു ഖലീഫയായിട്ട് മാത്രമല്ല, ഒരു കരുണ നിറഞ്ഞ ഹൃദയമായിട്ടാണ് ജനങ്ങൾ ഉമർ റളിയല്ലാഹുവിനെ ഓർക്കുന്നത്.